ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു വറുത്തരച്ച ചിക്കൻ കറിയാണ്. ഈ റെസിപ്പിയുടെ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ കറി ഉണ്ടാക്കുമ്പോൾ പറഞ്ഞു തരാം. നല്ല ടേസ്റ്റുള്ള കറിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീഡിയോ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരണേ. എൻ്റെ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഏറിയ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ട സാധനങ്ങൾ: ഞാൻ ചിക്കൻ കറി വെക്കുന്നതിന് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 3 ഇടത്തരം തക്കാളി, 5 സവാള, 1 പച്ചമുളക്. ഇത് സ്ലൈസ് ചെയ്തെടുക്കാനാണ് സവാള. മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. ഇത്രയും പൊടികൾ അതാത് സമയത്ത് ഇടണ സമയത്ത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. മല്ലിയില, കറിവേപ്പില, പട്ട, ഗ്രാമ്പു, ജാതിക്ക, തക്കോലം, ഇതെല്ലാം കുറച്ച് അധികം വേണ്ട. 2 ഏലക്ക. എല്ലാം തേങ്ങ വറുക്കുന്നതിൻ്റെ കൂടെ ഇടാനാണ്. തേങ്ങ 1 പിടി എടുത്ത് വെച്ചിരിക്കുന്നു. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഇതാക്കിയെടുത്ത് ചതച്ചൊന്ന് എടുക്കുകയാണ്. അരക്കണ്ട, ഒന്ന് ഇതാക്കി എടുക്കുകയാണെങ്കിൽ നല്ല വറക്കുമ്പോൾ നല്ല വറുത്ത് എടുക്കാൻ വരും. അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് അടിച്ചെടുത്തത്. അതിലിട്ട് വറുക്കാൻ വേണ്ടി കുറച്ച് കറിവേപ്പില വേറെ എടുത്ത് വെച്ചിരിക്കുന്നു. പട്ട, ഗ്രാമ്പ്, പെരിഞ്ജീരകം ഇതെല്ലാം ഇട്ട് വേണം വറുക്കാൻ. പെരിഞ്ജീരകം, കുറച്ച് കുരുമുളക്, 5-6 കുരുമുളക്. ഇത്രയും ഇട്ട് വറുക്കാനാണ്. ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തേങ്ങ വറുക്കുന്നതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഇച്ചിരി ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇട്ട് ഇച്ചിരി നല്ലവണ്ണം മൂപ്പിച്ചതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കും. മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുത്ത തേങ്ങയാണ്, അല്ലെങ്കിൽ കട്ട ഉണ്ടെങ്കിൽ മൊരിയാൻ താമസം എടുക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. വറുക്കുമ്പോൾ എണ്ണ ഇടുന്നത് കറിക്ക് നല്ല കളറ് കിട്ടാനും പെട്ടെന്ന് വറുത്ത് കിട്ടാനും വേണ്ടിയാണ്. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നല്ല മൂത്ത് വരുന്നത് വരെ, ഇളം ബ്രൗൺ കളറാകുന്നത് വരെ വറുക്കാം. തേങ്ങ വറുത്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. അതിൽ പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഞാൻ ഇട്ട് കഴിഞ്ഞു. ക്യാമറ ഓഫായി പോയതുകൊണ്ടാണ് കാണാൻ പറ്റാതെ ഇരുന്നത്. ഗരം മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഇത്രയും ഇട്ട് നല്ലവണ്ണം യോജിപ്പിച്ച് തണുക്കുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഒരു 1/4 സ്പൂൺ കുരുമുളകും കൂടി ഇടണം. മറന്നുപോയി പറയാൻ. വെക്കുന്നതിനുള്ള ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
എണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാം. 3 സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. തീ കുറച്ച് വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കണം. സവാള നല്ല ഇളം നിറമാകുന്നത് വരെ വഴറ്റി കൊടുക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് ചുവന്നുള്ളി ഇത്രയുമാണ് ഞാൻ പേസ്റ്റാക്കി എടുത്തത്. നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക. പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. മസാല നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച തക്കാളി ഒരു കറി പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കും. പച്ചമുളക് നല്ലപോലെ സോഫ്റ്റായിട്ട് വേവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. തക്കാളി പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. അതിനുശേഷം ഒന്നും കൂടി മിക്സ് ചെയ്ത ശേഷം എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ലപോലെ കഴുകി ഇത് എല്ലാം ഊറ്റി വച്ചിരിക്കുന്ന ചിക്കനാണിത്. കുക്കറിലാണെങ്കിൽ ഒരു വിസിലിട്ടാൽ മതി. പക്ഷെ ഞാനിന്ന് കുക്കറിലല്ല വെക്കുന്നത്. ഇങ്ങനെ തന്നെ നേരിട്ട് വേവിക്കാനാണ്. ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ട് കൊടുക്കും. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെക്കും. അടച്ചു വെച്ച ചിക്കൻ തുറന്നു നോക്കിയപ്പോൾ കുറച്ച് വെള്ളം അതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി അരച്ചു വെച്ച മസാല ഇതിലിട്ട് കൊടുക്കും. എനിക്ക് ഇച്ചിരി തൊണ്ടയിൽ കരകരപ്പും പനിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഒച്ച അടഞ്ഞിരിക്കുന്നത്. മസാല ഇട്ട് കൊടുത്ത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളവും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം നോക്കി വേണം ഇടാൻ. അധികം ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ചിക്കൻ വേവാനുള്ള ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ചിക്കൻ വേവാൻ ഏതായാലും ഒരു അരമണിക്കൂർ വേണ്ടി വരും. ഇച്ചിരി കൂടെ വെള്ളം ചേർത്ത് അരമണിക്കൂർ അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി.
ചിക്കൻ വേവിക്കാൻ ഇട്ടിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുമുണ്ട്. ഇനി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കും. മല്ലിയില ഇട്ട് നല്ലപോലെ തിളപ്പിക്കണം. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അത്രയും എടുക്കണം. ഇച്ചിരി കൂടി കുറുകണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തീ കൂട്ടി വെച്ച് തിളപ്പിച്ചാൽ മതി. ചിക്കൻ കറി നല്ല രുചിയുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് താളിച്ചെടുക്കണം. കറി ഇപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ തന്നെ ഇതിൽ ഉപയോഗിക്കണം. നാടൻ കറിയൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. ആകെ കൂടി ഞാനൊരു ചിക്കൻ കറിക്ക് വേണ്ടി 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തത്. തേങ്ങ വറുക്കാനും കറി താളിക്കാനും താളിക്കാനും കറി മൂപ്പിക്കാനും എല്ലാം വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ. എണ്ണ നല്ല ചൂടാകണം വരെ വെയിറ്റ് ചെയ്യും. എണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. രണ്ട് ചുവന്നുള്ളി പൊടിയായിട്ട് അരിഞ്ഞു കൊടുക്കാം. കറിക്ക് നല്ല നാടൻ രുചി വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ താളിക്കുന്നത്. ഉള്ളി നല്ലവണ്ണം നിറം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. കളറ് മാറി വരുന്നുണ്ട്. നല്ലവണ്ണം ചോന്നതിന് ശേഷം കറി താളിച്ചെടുക്കാം. നല്ല മണം വരുന്നുണ്ട് ചുവന്നുള്ളിയും കറിവേപ്പിലയും മൂക്കുന്നതിൻ്റെ. ഈ കറി ചിക്കൻ കറി എല്ലാത്തിൻ്റെ കൂടെയും ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം ഇടിയപ്പത്തിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ലൊരു കറിയാണിത്. ഇതെല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. തേങ്ങ വറക്കാനുള്ള താമസമുള്ളൂ. പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. തേങ്ങ തലേ ദിവസം
തലേ ദിവസമോ അല്ലെങ്കിൽ കുറച്ചധികം വറുത്ത് ഫ്രിഡ്ജിൽ വെക്കണവർക്ക് പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ സാധിക്കും. ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കും എല്ലാം ഇത് രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ച് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. കേടാവുകയേ ഇല്ല. ഉള്ളി നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരവും കൂടി അടുപ്പിൽ വെച്ച് ഒന്ന് അടച്ചു വെക്കും. ഇന്നും കൂടി കറി നല്ല തിളച്ച് വരുന്നുണ്ട്. ഇനി അടുപ്പ് അണച്ചേക്കാം. വളരെ എളുപ്പമുള്ള കറിയാണ്. നല്ല രുചിയും ടേസ്റ്റും ഉള്ള കറിയാണിത്. ഇതെല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയൊരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.